ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡൗട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇപ്പോൾ ഒരു സംശയം ചോദിച്ചു, നമ്മൾ പറയാം എനിക്കറിയില്ല. ഇപ്പോൾ ക്ലാസ്സിൽ അത്ര കണ്ട് നന്നായിട്ട് പഠിക്കാത്തൊരു ഒരാളോട് കൂട്ടുകാരൻ വേറൊരു വിദ്യാർത്ഥി വന്നിട്ട് എടാ എനിക്കതൊന്ന് പറഞ്ഞു തരുമോ? എടാ ശരിയാവില്ലടാ, ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, നീ അവനോട് പോയി ചോദിക്കുക, ഒന്നാം റാങ്കുകാരനോട് പോയി ചോദിക്കുക എന്ന് പറയും. ഒരു കാര്യത്തിൽ കൃത്യമായൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതൊരു പൊതുവായൊരു കാര്യമാണ് അല്ലേ, പൊതുവായൊരു സത്യമാണ്. ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ആര് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. വിശ്വാസത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. വിശ്വാസത്തിലൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ച ഒരു സംശയമാണ്, അച്ഛാ ഈ തിരിയിൽ കുറേ 5 ബോൾ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടല്ലോ, ഇതൊക്കെ എന്താണ് അച്ഛാ എന്ന് ചോദിച്ചു. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്കും കൃത്യം അറിയില്ല. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും നല്ല ഞാൻ പഠിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇത് ലാറ്റിൻ ക്രമത്തിലുള്ള ഒരു കരിവാണിത്. ഇത് വെറുതെ എന്തെങ്കിലും ഒരു തിരിയല്ല, ഇത് പെസഹാത്തിരിയാണ്. പെസഹാത്തിരി, ഈസ്റ്റർ ക്യാൻഡിലാണെന്നതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് നടുവിലുള്ള കുരിശ്. വേറെ തിരികളുണ്ടാകാം, ഇതേപോലെ വലിയ തിരികളുണ്ടാകാം. ചില ധ്യാന കേന്ദ്രങ്ങളിൽ മിഷണറിമാർക്ക് വേണ്ടിയിട്ട് തിരി എന്നും കത്തിച്ച് വയ്ക്കുന്നുണ്ട്, ഇതുപോലെ വലിയ തിരി. അതിൽ ആ കുരിശുണ്ടാകണമെന്നില്ല. ആ കുരിശ് ആണ് പെസഹാത്തിരിയുടെ അടയാളം. ഇത് ലാറ്റിൻ ക്രമത്തിൽ ഉള്ള ഈസ്റ്ററിൻ്റെ രാത്രി കത്തിക്കുന്ന തിരിയാണ്. ഇത് ഈ പെസഹക്കാല ഉടനീളം ഇത് കത്തിക്കും. ഇത് കത്തിച്ചുകൊണ്ട് വരുമ്പോൾ പുരോഹിതൻ പറയുന്നത് ക്രിസ്തുവിൻ്റെ പ്രകാശം. നാട്ടിൽ ഈ പെസഹാത്തിരിന്ന് തിരി കത്തിച്ച് വീട് വരെ കെടാതെ കൊണ്ടുപോകും. കാരണം ഈശോയെ കത്തിച്ച് അത് പിടിച്ച് വീട്ടിൽ പ്രകാശിപ്പിച്ച് നിർത്താൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അതാണ് കുരിശ്, അതാണ് പെസഹാത്തിരിയുടെ ഒന്നാമത്തെ അടയാളം. ഇനിയും 2 ഗ്രീക്ക് ലെറ്റേഴ്സ് നിങ്ങൾ കാണും, ആൽഫായും ഒമേഗായും. അത് ഈശോ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ 21-ാം അധ്യായം അത് 6-ാമത്തെ വാക്യമാണ്. ആദിയും അന്തവും, ദൈവം ആദിയും അന്തവുമാണ്. അത് കാണിക്കാൻ വേണ്ടി. ഇനി നമ്പറുകൾ കണ്ടിട്ടില്ലേ, അത് വർഷമാണ്. ഈ വർഷത്തെ 2025. ഇനി 5 ബോളുകൾ നിങ്ങൾ കാണുന്നില്ലേ, 5, അത് കുത്തി നിർത്തിയിരിക്കുന്നത് ആണികളിലാണ്. ആണി ഈശോയുടെ 5 മുറിവുകളാണ്. ഈശോയുടെ 5 മുറിവുകൾ. കൈകൾ, കാല് രണ്ടും കൂടിയല്ല തറച്ചപ്പോൾ 2, പിന്നെ ഇവിടെ തിരുവിലാവിലെ മുറിവ്, ശിരസിലെ മുറിവ്, അങ്ങനെ 5 മുറിവ്, പഞ്ചമുറിവുകൾ. ഇനി ഈ ബോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അത് റെഡ് നിറത്തിലുണ്ടാക്കാം, ഗോൾഡ് നിറത്തിലും ഉണ്ടാക്കാം. അത് വാക്സാണ്. അപ്പം ഇൻസെൻസും ഒക്കെ കൂടിച്ചേർന്നൊരു സംഭവമാണ്. ഈശോയുടെ ശരീരം പൊതിഞ്ഞത് സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടാണ്. 100 റാത്തലോളം സുഗന്ധക്കൂട്ടുമാ നിക്കോദമസ് വന്നത്. അത് അറിയാമല്ലോ നമുക്ക്. 19 യോഹന്നാൻ 19:39. ഇനിയും ഈ തിരിയിലെ ഒരു പ്രധാനപ്പെട്ടൊരു കണ്ടന്റാണ് തേനീച്ചകളുടെ മെഴുക്. അതിതിൽ ഭൂരിഭാഗം അതായിരിക്കണമെന്നുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന ഒരു തിരി പോലെ അല്ലല്ലോ ഇത്. അപ്പം തേനീച്ചകളുടെ മെഴുക്, ബീസ് വാക്സ്, അത് ഇതിൻ്റെ അകത്തുണ്ട്. അതിന് തേനീച്ചയെ പ്രതിനിധീകരിക്കുന്നത് പരിശുദ്ധ മറിയത്തെയാണ്. അപ്പോൾ ഈ മെഴുക്, ഈ കണ്ടന്റ് അത് ഈശോയുടെ ശരീരമാണ്. മറിയത്തിൽ നിന്ന് ഉരുവായ ഈശോയുടെ ശുദ്ധമായ ശരീരം, കളങ്കമില്ലാത്ത ശരീരം. അങ്ങനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇത് മുഴുവൻ ക്രിസ്തുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പം ഈ ഒരു അറിവ് ഇല്ലെങ്കിൽ നമ്മൾ ഇതിനെ കടന്ന് പാസ് ചെയ്തു പോകും. ആളുകൾ വളരെ ബഹുമാനാദരവോടുകൂടിയാണ് ഈ തിരിയെ കാണുക. ഇതിൽ നിന്നാണ് ഈ മാമോദീസ നടത്തുമ്പോൾ കുഞ്ഞിന് ക്രിസ്തുവിൻ്റെ പ്രകാശം പകർന്നു കൊടുക്കും. അത് ഈ തിരിയിൽ നിന്നാണ് പകർന്നു കൊടുക്കുക. അപ്പോൾ അറിവുണ്ടെങ്കിലേ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ഇല്ല, ഡൗട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പം അതാണ് ഇത്. ഇന്നത്തെ 1-ാം വായനയിലും ഈശോയുടെ നാമത്തിൽ ഇനി ഒന്നും മിണ്ടരുത്, ഈശോയുടെ നാമത്തിൽ ഒന്നും മിണ്ടരുത് എന്ന് പറഞ്ഞപ്പോൾ പത്രോസും യോഹന്നാനും നടപടി പുസ്തകം 4:19 അവരോട് പറഞ്ഞു, ദൈവത്തെക്കാൾ ഉപരി നിങ്ങൾ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണോ? നിങ്ങൾ തന്നെ വിധിക്കുവിൻ.
എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഇത് നടപടി പുസ്തകം 4-ാം അധ്യായത്തിലാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടായതിനു ശേഷം 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്, പെന്തക്കോസ്ത. അപ്പോൾ അത് കിട്ടിയതിന് ശേഷമാണ് ഇവർ ഇത്ര ധൈര്യത്തോടുകൂടി പറഞ്ഞു. ഇന്നത്തെ സുവിശേഷം നോക്കിക്കേ. സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റിന് ശേഷം യേശു ആദ്യം മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. അവൾ ചെന്ന് അവനോടുകൂടെ ഉണ്ടായിരുന്നവരെ വിവരമറിയിച്ചു. അവർ ദുഃഖത്തിലാണ്ടു വിലപിച്ചിരിക്കുകയായിരുന്നു, അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് ഈശോ പോയ, അയ്യോ ഈശോ പോയേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവൻ ജീവിച്ചിരിക്കുന്നെന്ന് അവൾക്ക് കാണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല. മഗ്ദലന മറിയം കണ്ടിട്ട് പോയി പറയാണ്, ഞാൻ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ അവർ വിശ്വസിക്കുന്നില്ല. ഇനി എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർ, അവർ നടന്നു പോകുമ്പോൾ അവർക്കും ഈശോ പ്രത്യക്ഷപ്പെട്ടു. അവർ പോയി ബാക്കിയുള്ളവരെ വിവരമറിയിച്ചു. അവരെയും അവർ വിശ്വസിച്ചില്ല. ഇതായിരുന്നു അവരുടെ അവസ്ഥ. ഇനി 14-ാമത്തെ വാക്യം, മർക്കോസ് 16:12. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അപ്പോൾ അതായത് ഈശോ തന്നെ നേരിട്ട് 11 പേർക്ക് പ്രത്യക്ഷപ്പെട്ട് ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ് പറയുന്നത് അവർ വിശ്വസിച്ചില്ല എന്ന് പറയാം. അപ്പോൾ മഗ്ദലന മറിയം പറഞ്ഞു, എമ്മാവൂസിലെ ശിഷ്യന്മാർ പറഞ്ഞു വിശ്വസിച്ചില്ല. ഇപ്പം ഞാനൊരു ഡൗട്ട് ക്ലിയർ ചെയ്തു. ഇനി അതിൻ്റെ അപ്പുറം അത് അറിയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, അത് ക്ലിയറായി. അപ്പോൾ മറിയം പറഞ്ഞു, മഗ്ദലന മറിയം പറഞ്ഞു, കർത്താവിനെ കണ്ടു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു. എമ്മാവൂസിലെ ശിഷ്യന്മാർ അവർ കൂടെ വസിച്ച കർത്താവിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചു, അപ്പം മുറിച്ചപ്പോൾ കണ്ണ് തുറക്കപ്പെട്ടു. ഇത് അവരനുഭവിച്ചതാണ്. അത് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല. ഇനി ഈശോ തന്നെ നേരിട്ട് പറഞ്ഞു വിശ്വസിച്ചില്ല. നമ്മുടെയും അവസ്ഥ ഇത് തന്നെയല്ലേ? ഇല്ലേ? എത്ര ക്രിസ്മസ്, എത്ര ഈസ്റ്റർ, എത്ര പെസഹാക്കാലം, എത്ര പള്ളി, എത്ര കുമ്പസാരം, എത്ര കൂദാശ, എത്ര തീർത്ഥാടനം. എന്നിട്ട് നമ്മളിപ്പോൾ പല നേർച്ച, ഇങ്ങനെ പല കാര്യങ്ങൾ ഈശോയെ സ്നേഹിക്കുന്ന കാര്യത്തിൽ അത്ര കണ്ടങ്ങൊന്നും വളർന്നിട്ടില്ല. അപ്പോൾ ഈ പത്രോസും യോഹന്നാനും ആ കൂട്ടത്തിലുണ്ടല്ലോ. ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, ഇന്ന് 7-ാമത്തെ ദിവസമാണ്, ഈസ്റ്റർ കഴിഞ്ഞിട്ട് 7-ാമത്തെ ദിവസം, നാളെ 8-ാമത്തെ ദിവസം. 8 ദിവസം പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഈ 8 ദിവസം വായിച്ച സുവിശേഷ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ 4 ദിവസം യോഹന്നാൻ്റെ സുവിശേഷമാണ് വായിച്ചു കേട്ടത്. ഇന്ന് ഒരു ദിവസം മർക്കോസിൻ്റെ സുവിശേഷം, വേറെ 2 ദിവസം ലൂക്കായുടെ സുവിശേഷം, വേറെ ദിവസം മത്തായുടെ സുവിശേഷം. അപ്പോൾ ഈശോയുടെ കുരിശിൻ ചുവട്ടിലുണ്ടായിരുന്ന ആളാരാണ്? യോഹന്നാനല്ലേ? ഇപ്പൊ യോഹന്നാനാണ് കൂടുതൽ കണ്ടത്. ഉത്ഥാന അനന്തരമുള്ള അനുഭവങ്ങൾ അത് ഈ ആഴ്ച 4 പ്രാവശ്യം വരത്തക്ക വിധത്തിൽ നമുക്ക് സുവിശേഷം ക്രമീകരിച്ച് തരത്തക്ക വിധത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടതുകൊണ്ടാണ്. ഇനി പത്രോസ് വളരെ അകലെയായി ഈശോയെ അനുഗമിച്ചിരുന്നു. ബാക്കിയുള്ളവരെല്ലാം ഓടിപ്പോയി. അതുകൊണ്ട് ഈശോ നോക്കിയപ്പോൾ പത്രോസ് ആ നോട്ടം കണ്ടു, ഹൃദയം നൊന്ത് കരഞ്ഞു. ഞാൻ തള്ളിപ്പറഞ്ഞല്ലോ, കർത്താവിനെ തള്ളിപ്പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ ഈശോ നോക്കിയപ്പോൾ ആ ചുറ്റുവട്ടത്തൊക്കെയോ ഉണ്ടായിരുന്നു പത്രോസ്. യോഹന്നാൻ കുരിശിന്റെ ചുവട്ടിലുണ്ടായിരുന്നു. പത്രോസ് ഈശോയെ അകലെയായി അനുഗമിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ലേഖനത്തിൽ, ഇന്നത്തെ നടപടി പുസ്തകത്തിൽ 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ പത്രോസും യോഹന്നാനുമാണ് ഇത് പറയുന്നത്. ഞങ്ങൾക്ക് ഇത് പറയാതിരിക്കാൻ പറ്റിയല്ല. 4:19 പത്രോസും യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞു, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധി ന്യായമാണോ? നിങ്ങൾ തന്നെ വിധിക്കുവിൻ. എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങൾ പറയും. അപ്പോൾ അവർക്ക് കുറച്ച് മിസ്റ്റേക്കൊക്കെ പറ്റിയിട്ടുണ്ട്, അവിശ്വാസമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അവർ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പൊ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് കൂടി കിട്ടിയപ്പോൾ അവർക്ക് ധൈര്യമായി. അപ്പൊ നമ്മുടെ അവസ്ഥ നമുക്ക് വലുതായിട്ടൊന്നും അറിയില്ല, പക്ഷെ പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ നമുക്ക് ക്ലിയർ ആവും. പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത്. ഒരു കൊച്ചിനെ നമ്മൾ സ്കൂളിൽ നല്ല ഉടുപ്പൊക്കെ ധരിപ്പിച്ച് നല്ല അതിൻ്റെ പൈസയൊക്കെ മുടക്കി അങ്ങനെ നമ്മൾ സ്കൂളിൽ വിടുകയാണ്. സ്കൂളിൽ വിടുന്നത് അപ്പനും അമ്മയും നല്ല ആഗ്രഹിച്ചവർ അവൻ പഠിക്കണം, നന്നായിട്ട് പഠിക്കണം എന്ന് കരുതിയാൽ.
പക്ഷെ അവൻ പഠിക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആ സ്കൂൾ ഫീസും അതുപോലെ തന്നെ യൂണിഫോമിൻ്റെ കാശും ബാഗും ഇതൊക്കെ വെറുതെ ആയില്ലേ? അപ്പം കുംഭസാരത്തിൽ നമുക്ക് തന്നെ തീരുമാനം എടുക്കണം. തീരുമാനം എടുത്തിട്ട് അതിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് പ്രസാദവരം തരുന്നത്. തീരുമാനമെടുക്കാത്ത ആൾക്ക് എന്തിനാ പ്രസാദവരം? ഞാൻ ഈശോയെ സ്നേഹിച്ചോളാം എന്ന് പറയാത്ത ആൾക്ക് എന്തിനാണ് പ്രസാദവരം? കണ്ടോണ്ടിരിക്കാനോ അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞ് കളയാനോ? കുമ്പസാരക്കൂട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ അത് അവിടെ എവിടെയെങ്കിലും വെച്ചു പോകാനോ? പ്രസാദവരം അത് കാണാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ നന്നായിട്ട് നടക്കുന്നവർക്കല്ലേ സ്കൂൾ യൂണിഫോമിൻ്റെ ആവശ്യമുള്ളൂ, നന്നായിട്ട് പഠിക്കുന്ന ആൾക്കല്ലേ സ്കൂൾ ബാഗിൻ്റെ ആവശ്യമുള്ളൂ, കർത്താവിനെ അറിഞ്ഞ് പ്രഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കല്ലേ പരിശുദ്ധാത്മാവിന് ആവശ്യമുള്ളൂ. ഡൗട്ട് കൂടാതെ പറയാൻ നീ തയ്യാറാണെങ്കിൽ നിന്നെ ദൈവം അറിയിക്കും. പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന നമുക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? ക്രിസ്തുവിനെ ഇത്ര അറിഞ്ഞാൽ മതിയോ? ക്രിസ്തുവിനെ അറിഞ്ഞില്ലെങ്കിൽ നേരെ വന്ന് വല്ലവരും പറഞ്ഞാൽ പോലും വിശ്വസിക്കാല. മഗ്ദലന മറിയം പറഞ്ഞു, ഞാൻ കണ്ടു. എമ്മാവുസിലേക്ക് പോയ 2 ശിഷ്യന്മാർ ഞങ്ങൾ കണ്ടു, വിശ്വസിച്ചില്ല. ഈശോ നേരിട്ട് വന്ന് പറഞ്ഞു, വിശ്വസിച്ചില്ല. അവരുടെ ഹൃദയകാഠിന്യത്തെയും വിശ്വാസരാഹിത്യത്തെയും കുറ്റപ്പെടുത്തി. എന്നിട്ട് പക്ഷേ ഈശോ മർക്കോസിന്റെ സുവിശേഷം 16:15 ദൗത്യമേൽപ്പിക്കുന്നു, നിങ്ങൾ പോയി ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കുവിൻ. അങ്ങനെ വെറുതെ ഈശോയെ അറിയാതെ പോയിട്ട് വല്ലതും പറയാൻ പറ്റുമോ? ഈശോയെ അറിയാതെ പോയിട്ട് എന്ത് പറയാനാണ്? ഈശോയെ അനുഭവിക്കാതെ പോയിട്ട് എന്ത് പറയാനാണ്? ആരോട് എന്ത് പറയും? ഈശോയെ അനുഭവിക്കണ്ടേ? ഈശോയെ അറിയണം. എന്നിട്ട് അതിനുള്ള ധൈര്യവും കൂടി വേണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങുന്ന. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് നേരാവണ്ണം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? കുരിശ് വരക്ക് മക്കളെ, പ്രാർത്ഥിക്ക് മക്കളെ പറഞ്ഞു കൊടുക്കാൻ പറ്റണുണ്ടോ? ഈശോയെ അറിഞ്ഞില്ലെങ്കിൽ എന്ത് പറയും? എന്ത് പറഞ്ഞു കൊടുക്കും? ഈശോയെ അറിയൂ, ഈശോയെ അനുഭവിക്കൂ, ഈശോയെ കണ്ട് വിശ്വസിക്കൂ. ഇത് ഉത്ഥാന കാലഘട്ടമാണ്. ഈശോ ഇറങ്ങി നടക്കുന്ന കാലമാണ്. തോമാസ് ലീഹ പറഞ്ഞിരിക്കും, കർത്താവേ കാണണം 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 കാണണമെന്ന് പറഞ്ഞത് എന്തിനാ? നീയും പറയൂ പ്രിയ ദൈവമേ, എനിക്ക് ഈശോയെ നിന്നെ കാണണം, എനിക്ക് ഈശോയെ നിന്നെ അനുഭവിക്കണം എന്ന് പറയൂ. യേശുവേ നിന്നെ കാണണം, യേശുവേ നിന്നെ കേൾക്കണം, യേശുവേ നിന്നെ കാണണം, യേശുവേ നിന്നെ കേൾക്കണം. നടപടി പുസ്തകം 4:20 എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. യേശുവേ നിന്നെ കാണണം, യേശുവേ നിന്നെ കേൾക്കണം, യേശുവേ നിന്നിൽ അലിയണം, യേശുവേ എന്നിൽ നിറയണം. സ്നേഹത്തിൻ ഇടയനാം നാഥനെ തീവ്രമായങ്ങെ ആശിപ്പൂ, സ്നേഹത്തിൻ ഇടയനാം നാഥനെ തീവ്രമായങ്ങെ ആശിപ്പൂ. പാപമോചക രക്ഷക സ്നേഹാഗ്നി എന്നിൽ കത്തിക്കൂ, പാപമോചക രക്ഷക സ്നേഹാഗ്നി എന്നിൽ കത്തിക്കൂ. യേശുവേ നിന്നെ കാണണം, യേശുവേ നിന്നെ കേൾക്കണം, യേശുവേ നിന്നിൽ അലിയണം, യേശുവേ എന്നിൽ നിറയണം. ഉദ്ധിതൻ്റെ അമ്മ പരിശുദ്ധ മറിയം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.